വേളാങ്കണ്ണിയിൽ എത്തിക്കഴിഞ്ഞാൽ വേളാങ്കണ്ണി പള്ളിവക റൂം എങ്ങനെ ബുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. പള്ളിവക റൂം ബുക്ക് ചെയ്യുവാനായി അതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ്. ഷ്രൈൻ റൂം ബുക്കിംഗ് ഓഫീസ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഈ ഓഫീസിലേക്ക് എത്തിച്ചേരാൻ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 15 മിനിറ്റോളം നടക്കുവാനുള്ള ദൂരമുണ്ട്. ഓട്ടോറിക്ഷ ആണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും. 100 രൂപയിൽ താഴെയാണ് ഓട്ടോ ചാർജ് വരിക. ഷ്രൈൻ റൂം ബുക്കിംഗ് ഓഫീസിൻ്റെ പ്രവർത്തന സമയം 24 hours ആണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസാണിത്. റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ഇവിടെ സാധിക്കില്ല. നേരിട്ട് വന്നാൽ മാത്രമേ ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേളാങ്കണ്ണി പള്ളിയുടെ നിയന്ത്രണത്തിലുള്ള ഈ ബുക്കിംഗ് ഓഫീസിൽ റൂം ബുക്ക് ചെയ്യാൻ വരുന്ന ആളുകളുടെ ആധാർ കാർഡോ ആധാർ കാർഡിൻ്റെ കോപ്പിയോ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ റൂം ആരുടെ പേരിലാണോ ബുക്ക് ചെയ്യുന്നത് അയാളുടെ കൈവിരലടയാളം തമ്പ് ഇംപ്രഷൻ കൂടി അവിടെ നൽകേണ്ടതാണ്. സിംഗിൾ റൂം ആണെങ്കിൽ 3 പേർക്കും ഡബിൾ റൂം ആണെങ്കിൽ 6 പേർക്കും താമസിക്കാനായി കഴിയും. വേളാങ്കണ്ണി പള്ളിവക റൂമിന് എത്ര രൂപയോളം വാടക വരുമെന്ന് നമുക്ക് നോക്കാം. പള്ളിയുടെ റൂമുകൾക്ക് ഓരോ മാസവും റേറ്റ് വ്യത്യാസമുണ്ട്. വിശേഷ ദിവസങ്ങളിലും പെരുന്നാൾ സീസണിലുമെല്ലാം അതിൻ്റെ റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നോൺ AC റൂമുകൾ, അതായത് സിംഗിൾ ബെഡ്റൂം 2 ബെഡോട് കൂടിയത്, അത് 400, 450, 500, 650 ആ റേറ്റാണ് വരിക. അത് സീസൺ അനുസരിച്ച് ഈ റേറ്റിലെല്ലാം വ്യത്യാസം വരും. അവർ ഡബിൾ ചാർജ് സീസൺ ടൈമിൽ ഈടാക്കുന്നതാണ്. അതേപോലെ തന്നെ ഡബിൾ ബെഡ്റൂം 3 ബെഡോട് കൂടിയത് 550, 800 റേറ്റാണ് വരിക. അത് നേരെ സീസൺ ആകുമ്പോൾ ഇത് ഡബിൾ ആവും അതിൻ്റെ റേറ്റ്. അതേപോലെ AC റൂമുകൾക്ക് 1500 രൂപയോളം വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ബുക്ക് ചെയ്യുന്ന സമയം സെക്യൂരിറ്റി എമൗണ്ട് അവിടെ നൽകേണ്ടതാണ്. 500 രൂപയുടെ റൂമാണെങ്കിൽ 1000 രൂപ, അതായത് 500 രൂപ കൂടി അധികം അവിടെ അടയ്ക്കേണ്ടതാണ്. ഈ പണം റൂം വെക്കേറ്റ് ചെയ്ത് സ്ലിപ്പ് ഓഫീസിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഷ്രൈൻ റൂം ബുക്കിംഗ് ഓഫീസിൻ്റെ ഉള്ളിൽ 9 കൗണ്ടറുകളാണുള്ളത്. തിരക്കിനനുസരിച്ചാണ് കൗണ്ടറുകളുടെ എണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്. റൂം ബുക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയം ആദ്യം കൗണ്ടർ 8ലോ 9ലോ ഏതെങ്കിലും ഒന്നിൽ ചെല്ലുക. എന്നിട്ട് നമുക്ക് ഏത് തരം റൂമാണ് വേണ്ടത്, അതായത് AC ആണോ നോൺ AC ആണോ, ഏതെല്ലാം ബ്ലോക്കുകളിൽ എവിടെയെല്ലാം റൂം അവൈലബിൾ ആയിട്ടുണ്ട്, എത്ര പേര് മൊത്തം താമസിക്കുന്നുണ്ട് എന്നെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് ഏത് ബിൽഡിങ്ങിലാണ് ഏത് റൂമിലാണ് താമസിക്കേണ്ടത് എന്ന് എഴുതിയ ഒരു സ്ലിപ്പ് തരും. അതിൽ നമ്മുടെ പേരും അഡ്രസ്സും ആധാർ കാർഡ് നമ്പറും എഴുതിയ ശേഷം ബില്ലിങ്ങിലുള്ള ഏതെങ്കിലും കൗണ്ടറിലേക്ക് ചെല്ലുക. എന്നിട്ട് അവിടെ പൈസ അടയ്ക്കുക. പൈസ അടച്ച ശേഷം അവിടെ നിന്ന് മറ്റൊരു സ്ലിപ്പ് കിട്ടും. അതിൽ നമ്മുടെ പേരും അഡ്രസ്സും റൂം നമ്പറും ബ്ലോക്കും ഏതാണെന്നെല്ലാം എഴുതിയിട്ടുണ്ടാകും. ചെക്ക് ഇൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും അതിൽ എഴുതിയിട്ടുണ്ടാകും. റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഡിപ്പാർച്ചർ ടൈമിന് 10 മിനിറ്റ് മുമ്പെങ്കിലും ബുക്കിംഗ് ഓഫീസിലെ കൗണ്ടറിൽ സ്ലിപ്പുമായി ബുക്ക് ചെയ്ത ആൾ തന്നെ നേരിട്ട് എത്തിച്ചേരേണ്ടതാണ്. റൂം ബുക്ക് ചെയ്ത ശേഷം ലഭിക്കുന്ന സ്ലിപ്പ് ഏത് ക്വാർട്ടേഴ്സിലാണോ ഏത് ബ്ലോക്കിലാണോ നമ്മൾ താമസിക്കുന്നത് അതിൻ്റെ താഴെയുള്ള ഓഫീസിൽ ഏൽപ്പിക്കണം. അപ്പോൾ റൂമിൻ്റെ കീ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോകുമ്പോഴും കീ ആ ഓഫീസിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. എന്നിട്ട് വേണം ഷ്രൈൻ ഓഫീസിലേക്ക് സ്ലിപ്പുമായി പോകുവാനും സെക്യൂരിറ്റി പണം തിരിച്ചു വാങ്ങുവാനും. നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത് എപ്പോഴാണോ ആ സമയം മുതൽ പിറ്റേന്ന് ആ സമയം വരെ 24 hours ആണ് താമസം ലഭ്യമാവുക.
വേളാങ്കണ്ണിയിലെ പല ഹോട്ടലുകളും റൂം ബുക്ക് ചെയ്താൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിവക റൂം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. പള്ളിവക റൂം ബുക്ക് ചെയ്ത റിസീപ്റ്റ് കാണിച്ചാൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടിൽ നമ്മുടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ്. ഇനി പള്ളിവക റൂമുകളുള്ള ബിൽഡിങ്ങുകൾ, ക്വാർട്ടേഴ്സുകൾ എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മൊത്തം 12 ക്വാർട്ടേഴ്സുകളാണുള്ളത്. സെൻറ്റ് തോമസ് ക്വാർട്ടേഴ്സ്, സെൻറ്റ് ജോസഫ് ഓൾഡ് ക്വാർട്ടേഴ്സ്, സെൻറ്റ് ജോസഫ് ന്യൂ ക്വാർട്ടേഴ്സ്, സെൻറ്റ് ലൂക്കാസ് ക്വാർട്ടേഴ്സ്, സെൻറ്റ് പീറ്റർ ക്വാർട്ടേഴ്സ്, സെൻറ്റ് പോൾ ക്വാർട്ടേഴ്സ്, ഇൻഫൻറ്റ് ജീസസ് ക്വാർട്ടേഴ്സ്, അസീസി ബ്ലോക്ക് 1, അസീസി ബ്ലോക്ക് 2, അസീസി ബ്ലോക്ക് 3, അസീസി ബ്ലോക്ക് 4, അസീസി ബ്ലോക്ക് 5 എന്നിങ്ങനെ 12 ക്വാർട്ടേഴ്സുകളാണ് വേളാങ്കണ്ണി പള്ളിക്ക് ചുറ്റുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ക്വാർട്ടേഴ്സും ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം. സെൻറ്റ് തോമസ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് വേളാങ്കണ്ണി ബസലിക്ക പള്ളിയുടെ മുൻവശത്ത് കടലിലേക്ക് പോകുന്ന ആ സൈഡിൽ, ഇടത്തെ സൈഡിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ പള്ളിയുടെ ഒരു ക്യാൻറ്റീനും അവിടെയുണ്ട്. അതേപോലെ തന്നെ സെൻറ്റ് ജോസഫ് ന്യൂ ആൻഡ് ഓൾഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ ഷ്രൈൻ ബുക്കിംഗ് ഓഫീസ്, അതായത് നമ്മൾ റൂം ബുക്ക് ചെയ്യാൻ പോകുന്ന ഓഫീസിന് 100 മീറ്റർ മുന്നെയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് മെയിൻ റോഡിൻ്റെ ഇടത്തെ സൈഡിൽ ആയിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ സെൻറ്റ് ലൂക്കാസ് ക്വാർട്ടേഴ്സ്, സെൻറ്റ് ലൂക്കാസ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുട്ടിലെഴയുന്ന ഹോളിപ്പാത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, തുടക്കത്തിൽ ഇടത്തോട്ട് മാറി മുന്നോട്ടുള്ള റോഡിലൂടെ കുറച്ച് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന് തൊട്ട് മുന്നെയാണ് സെൻറ്റ് പീറ്റേഴ്സും സെൻറ്റ് പോൾ ക്വാർട്ടേഴ്സും ഇൻഫൻറ്റ് ജീസസ് ക്വാർട്ടേഴ്സും. ഈ 3 ക്വാർട്ടേഴ്സും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ റോഡിൻ്റെ അവസാനം ചെന്നെത്തുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ അസീസി ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലാണ്. അതിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലാണ് അസീസി ബ്ലോക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. 5 ബിൽഡിങ്ങുകളിലായി 5 ബ്ലോക്കുകളായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അസീസി ബിൽഡിങ്ങിലെ 4ഉം 5ഉം ബ്ലോക്കുകൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൃത്തിയുള്ള റൂമുകൾ അവിടെ കാണാൻ സാധിക്കും. ഈ അസീസി ക്യാൻറ്റീൻ്റെ തൊട്ട് മുന്നിലായി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ATMഉം റൂം വെക്കേറ്റിംഗ് കൗണ്ടറും സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ അസീസി ബ്ലോക്കിൻ്റെ മുന്നിലായി 100 രൂപയ്ക്ക് ആസ്പെറ്റോസ് ഷീറ്റ് മേഞ്ഞ പഴയ സിംഗിൾ റൂമുകളും അവിടെ ലഭ്യമാണ്. വൃത്തി ഇല്ലാത്തതും ഒരുപാട് പഴക്കം ചെന്നതുമായ പഴയ റൂമുകളാണെങ്കിലും വിദൂരദേശത്ത് നിന്നും വരുന്ന മറ്റ് സംസ്ഥാനത്തുള്ള അന്യസംസ്ഥാനക്കാർക്ക് ഒത്തിരി ആശ്രയം കൂടിയാണ് അവയെല്ലാം. ഇനി വേളാങ്കണ്ണി പള്ളിയുടെ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായി പ്രായമായവർ ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റെയർ കയറാനായിട്ട് ഒത്തിരി പ്രയാസമായിരിക്കും. എല്ലാ ബ്ലോക്കുകളിലും ലിഫ്റ്റ് സൗകര്യം ഇല്ല. അതുകൊണ്ട് താഴെയുള്ള ഫ്ലോറിൽ റൂം ലഭിക്കുമോ എന്ന് പ്രത്യേകം കൗണ്ടറിൽ ചോദിച്ച ശേഷം റൂം ബുക്ക് ചെയ്യുക. രണ്ടാമതായി, അതോടൊപ്പം ടോയ്ലറ്റിൽ സാധാ ക്ലോസറ്റ് ആണോ അതോ യൂറോപ്യൻ ആണോ എന്ന് കൂടി ചോദിച്ച് മനസ്സിലാക്കി റൂം എടുക്കുക. പ്രായമായവർക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. മൂന്നാമതായി, പിന്നെ മറ്റൊരു കാര്യം, റൂം ബുക്ക് ചെയ്ത് 24 അവേഴ്സിന് ശേഷം സ്ലിപ്പിൽ കൊടുത്തിരിക്കുന്ന ഡിപ്പാർച്ചർ ടൈമിന് 10 മിനിറ്റ് മുൻപെങ്കിലും കൗണ്ടറിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. വൈകിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതല്ല. നാലാമതായി, മുട്ടിലിഴയുന്ന ഹോളിപ്പാത്തിൻ്റെ തുടക്കത്തിൽ റൈറ്റ് സൈഡിലായി വേളാങ്കണ്ണി പള്ളിയുടെ കീഴിൽ ഒരു ക്ലോക്ക് റൂം സൗകര്യം ലഭ്യമാണ്. വളരെ കുറഞ്ഞ ചാർജ് മാത്രമേ അവിടെ ഈടാക്കുന്നുള്ളൂ. റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അവിടെ നമ്മുടെ ബാഗുകളും ലഗേജുകളും എല്ലാം ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ടോക്കൺ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ ലഗേജുകളെല്ലാം നമുക്ക് തിരിച്ചു നൽകുക.
അതേപോലെ 5-ാമത്തെ കാര്യം, വേളാങ്കണ്ണി പള്ളി വക റൂം എടുക്കുന്നവർക്ക് ഓരോ ക്വാർട്ടേഴ്സിലും താഴെയും മുകളിലുമായിട്ട് ഭക്ഷണം പാകം ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. പബ്ലിക് കിച്ചണുകളാണ് അവിടെ ഉള്ളത്. ചെറിയ ബർണർ അടുപ്പും അതേപോലെ വലിയ ബർണർ അടുപ്പും അവിടെ ലഭ്യമാണ്. 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 മണിക്കൂർ അങ്ങനെയാണ് അതിൻ്റെ ചാർജ് ഈടാക്കുന്നത്. അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് നമ്മളവിടെ പണം നൽകേണ്ടതാണ്. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 24 hours പബ്ലിക് കിച്ചൺ ഓപ്പൺ ആയിരിക്കില്ല. കാലത്ത് 8 മണി മുതലാണ് അവിടെ ഈ സൗകര്യം ലഭ്യമാകുക എന്നാണ് എൻ്റെ അറിവ്. അതേപോലെ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ കിച്ചൺ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ സമയക്രമം നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കുക. പാചകം ചെയ്യാൻ ആവശ്യമായ പാത്രങ്ങളും കയിലുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ ഓരോ ബിൽഡിങ്ങിന് താഴെ തന്നെ ലഭിക്കുന്നതാണ്. അതിൻ്റെ ദിവസ വാടക എത്രയെന്ന് ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. വേളാങ്കണ്ണി മാതാവിനെ തേടിയെത്തുന്ന ഓരോ മക്കൾക്കും ഈ വീഡിയോ ഒത്തിരി ഉപകാരപ്പെടട്ടെ. അതോടൊപ്പം അമ്മയുടെ അനുഗ്രഹവും കൃപകളും ഓരോ മക്കളിലും നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി. ഗോഡ് ബ്ലെസ് യു.